ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ വചനം നമുക്ക് ധ്യാനിപ്പാൻ ഇങ്ങനെ ഒരു അവസരം ദൈവം നൽകിയല്ലോ. പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 14 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 14, 15 വാക്യങ്ങൾ. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അടുത്ത വാക്യം, നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. പ്രാർത്ഥനയുടെ ഒരു വലിയ രഹസ്യം, ഒരു അടിസ്ഥാന തത്വം പറയുകയാണ്. യോഹന്നാൻ പറയുന്നത്, ദൈവത്തിൻ്റെ പരമമായ ഹിതം അത് അറിയാതെ ഒരു വ്യക്തി പ്രാർത്ഥിച്ചാൽ ആ വ്യക്തിക്ക് പ്രാർത്ഥനയിൽ ധൈര്യമുണ്ടാകില്ല. ദൈവഹിതം അറിഞ്ഞു പ്രാർത്ഥിച്ചാൽ ദൈവം അത് കേൾക്കുന്നു എന്ന ബോധ്യവും, 15-ാം വാക്യം പറഞ്ഞതുപോലെ അവൻ കേൾക്കുന്നു എന്ന ഉറപ്പുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിച്ചു എന്ന ബോധ്യവും അകത്തുണ്ടാകുമ്പോൾ പ്രാർത്ഥിച്ച വ്യക്തിക്ക് അസാമാന്യ ധൈര്യം ഉണ്ടാകും. ഞാൻ പ്രാർത്ഥിച്ചത് വെറുതെ അല്ല, ഞാൻ പ്രാർത്ഥിച്ചത് ചുമ്മാ പറഞ്ഞതല്ല, അതെൻ്റെ ദൈവം കേട്ടുവെന്നും അവനങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ലഭിച്ചു എന്നും വ്യക്തി ധൈര്യത്തോടെ പ്രാർത്ഥനാ മുറി വിട്ട് പുറത്തു പോകും. അതിന് യോഹന്നാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ ധൈര്യമുണ്ടാകണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതപ്രകാരമാണ് എന്ന ബോധ്യം ആദ്യമുണ്ടാക്കണം. സ്തോത്രം. ഞാൻ ഈ ചോദിക്കുന്നത് ദൈവഹിതപ്രകാരമാണോ, ദൈവം ആഗ്രഹിക്കുന്നതാണോ, അതോ എൻ്റെ പദ്ധതിയും എൻ്റെ ആഗ്രഹവുമാണോ ഞാൻ ഈ ചോദിക്കുന്നത് എന്ന് നമ്മളൊന്ന് ഉറപ്പാക്കണം. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവപൈതലെ പല ദൈവമക്കളും പ്രാർത്ഥനാ ജീവിതത്തിൽ പരാജയപ്പെടുന്നതിൻ്റെ കാരണം, ധൈര്യം നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം, പ്രാർത്ഥിക്കാനിരിക്കാൻ അവർക്ക് പറ്റാത്തതിൻ്റെ കാരണം, അവർ പ്രാർത്ഥിക്കുന്ന വിഷയം തമ്പുരാന്റെ ഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാണോ, അതോ ഞാൻ എൻ്റെ ഇഷ്ടം മാത്രം പറയുകയാണോ, എൻ്റെ താല്പര്യം മാത്രം പറയുകയാണോ എന്ന ചിന്തയാണ് ആളുകളെ പ്രാർത്ഥനയിൽ ധൈര്യമില്ലാത്തവരാക്കി മാറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കണം, ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ വിഷയത്തിൽ എന്നെപ്പോലെ എൻ്റെ ദൈവവും പൂർണ്ണമായി ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാനിന്ന് പ്രാർത്ഥിക്കുന്നത് എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആ ഉറപ്പ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞുള്ള മനോഭാവം മാറുമെന്നാണ് യോഹന്നാൻ പറയുന്നത്. സ്തോത്രം. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചത് എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് അകത്തളത്തിൽ ഒരു ദൈവ പൈതൽ തിരിച്ചറിഞ്ഞാൽ പ്രാർത്ഥനാമുറിയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആമേൻ, അവൻ്റെ രീതി മാറും. സ്തോത്രം. അപ്പോ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആ കാര്യത്തിൽ തമ്പുരാന്റെ ഹിതം എന്താണ് അതറിയണം. ദൈവഹിതം എന്താണെന്നറിയണം. എങ്ങനെയാ
ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ ഹിതമറിയുന്നത്? പ്രാർത്ഥനയുടെ ആദ്യത്തെ പടി, തമ്പുരാനെ, എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം ഇതൊക്കെയാ, എൻ്റെ പ്രാർത്ഥനകൾ ഇതൊക്കെയാ, എൻ്റെ ആവശ്യങ്ങൾ ഇതൊക്കെയാ, ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ദൈവസന്നിധിയിൽ പ്രതീക്ഷിക്കുന്നത്, ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ കരയുന്നത്. അപ്പച്ച, അത് അങ്ങയുടെ ഇഷ്ടമാണോ? അങ്ങയുടെ ഹിതമാണോ? അങ്ങയുടെ പദ്ധതി വേറെ വല്ലതുമാണോ? എന്നോടൊന്ന് വെളിപ്പെടുത്തണമേ, എന്നോടൊന്ന് സംസാരിക്കണമേ എന്ന് ആദ്യം പ്രാർത്ഥനയിൽ മുഴങ്കാൽ മടക്കണം. ഇന്ന് പകൽക്കാലം അതിന് പല ആളുകളും മെനക്കെടുന്നില്ല. അവർ നേരിട്ട് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ, ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ. യോഹന്നാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആമേൻ. പ്രാർത്ഥിക്കുന്നവന്റെ ധൈര്യത്തിന്റെ അടിസ്ഥാനം ഉറക്കെ പ്രാർത്ഥിക്കുന്നതല്ല, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതല്ല, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതല്ല. അവന്റെ ധൈര്യത്തിന്റെ അടിസ്ഥാനം പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവത്തിന്റെ ഹിതമാണെന്നും ഞാൻ ഈ കരയുന്നത് അവിടുത്തെ ഇഷ്ടം നടക്കാൻ വേണ്ടിയാണെന്നും അവിടുത്തെ ഹിതപ്രകാരമാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞതെന്ന് ബോധ്യമാണ് ധൈര്യം. സ്തോത്രം. ഒരു കുഞ്ഞിന് അല്ലെങ്കിൽ ഒരു മകനോ മകൾക്കോ അവരുടെ അപ്പൻ പറയുക, നീ 10ാം ക്ലാസ്സിൽ പഠിക്കാന്ന് വെച്ചു, 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് മേടിച്ച് ജയിച്ചാൽ, ഇത്ര A+, 10 A+ മേടിച്ചാൽ, ഫുൾ A+ മേടിച്ചാൽ ഞാൻ നിനക്ക് ഇന്ന കാര്യം തരും, വാച്ച് വാങ്ങിത്തരും, സൈക്കിൾ വാങ്ങിത്തരും, ഇന്ന സമ്മാനം വാങ്ങി തരും. കൊച്ചിനോട് പറഞ്ഞു. കൊച്ച് എന്ത് ചെയ്തു? ഫുൾ A+ വാങ്ങിക്കഴിഞ്ഞ് അപ്പൻ്റെ അടുത്തോട്ടൊരു പോക്കുണ്ട്. പേടിച്ചല്ല, വരണ്ടല്ല. കാര്യം ഈ ചോദിക്കുന്നത് അപ്പൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പം പറഞ്ഞതാ, അപ്പൻ പറഞ്ഞ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ധൈര്യത്തോടാണ് ചോദിക്കുന്നത്. സ്വന്തം ഇഷ്ടം ചോദിക്കുകയല്ല, സ്വന്തം താല്പര്യമല്ല, സ്വന്തം കാര്യപരിപാടിയല്ല. സ്തോത്രം. അപ്പൻ്റെ ഇഷ്ടമാണ് പറയുന്നത്. ധൈര്യത്തോടെ ചോദിക്കും. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലും അടക്കുന്നവർ ആദ്യം പ്രാർത്ഥിക്കേണ്ട വിഷയം, അവൻ മക്കളുടെ ഭാവിയാകട്ടെ, ജോലിയാകട്ടെ, വിവാഹമാകട്ടെ, പഠനമാകട്ടെ, ഈ വിഷയങ്ങൾ 2-3 വിഷയങ്ങൾ വരുമല്ലോ, ഓപ്ഷനുകൾ കാണും. ഇതെല്ലാം ഒന്ന് ദൈവസന്നിധിയിൽ വെച്ചേച്ച് ഇതിലേത് ഓപ്ഷനാ ഞാൻ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ആദ്യം ദൈവമുമ്പാകുന്ന യോഗം ഏറ്റെടുക്കണം. സ്തോത്രം. ആദ്യം എന്തിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഉറപ്പ് വരുത്തിയാൽ പിന്നെ ധൈര്യത്തോടെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അതിനുവേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അതിനുവേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അതിനുവേണ്ടി നിലവിളിയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. ദേശത്ത് ഞാൻ മഴ പെയ്യിക്കും എന്നത് ദൈവത്തിന്റെ ഹിതം. പ്രവാചകനായ ഏലിയാവിനോട് ദൈവം സംസാരിക്കുകയാണ്. ഞാൻ മഴ പെയ്യിക്കും. ഏലിയാവിന് ഉറപ്പായി മഴ പെയ്യണം എന്നത് അപ്പന്റെ ഇഷ്ടമാണ്. മഴ പെയ്യിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. മഴ പെയ്യിക്കുന്നത് ദൈവഹിതമാണെങ്കിൽ എന്നാ പിന്നെ പെയ്തോട്ടെ, സമയമാകുമ്പോൾ പെയ്യും എന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ നിലവിളി ഉയരണം, അതിനുവേണ്ടി നമ്മുടെ പ്രാർത്ഥന ഉയരണം. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച സംസാരിച്ചത്. ഞാൻ യെരൂശലേമിനെ മഹത്വപ്പെടുത്തുവോളം, അതിനെ ഭൂമിയിൽ പ്രശംസാ വിഷയം ആക്കുവോളം, ആമേൻ, ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാതെ ആമേൻ നീ നിലവിളിക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദൈവഹിതമാണ്, എന്നാൽ അത് തന്നെ നടക്കുമെന്നല്ല. ആ ഹിതം തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നിലവിളിക്കണം. സ്തോത്രം. ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഭൂരിഭാഗം പേർക്കും വലിയ ഇഷ്ടമായി. ഒരുപാട് പേര് ആ കാര്യത്തിൽ അവർക്ക് ആ സന്ദേശം അനുഗ്രഹമായി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ചെറിയ ന്യൂനപക്ഷം 1-2 കമൻറ്റുകൾ വന്നത്, ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് തെറ്റല്ലേ? ദൈവത്തിന് ആരാണ് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്?
ദൈവം നമ്മുടെ എന്തെങ്കിലും വിഷയം കണ്ടിട്ട് അസ്വസ്ഥനായി മാറുന്നോ? ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാതിരിക്കുക എന്നുള്ള പദമൊക്കെ തെറ്റല്ലേ എന്ന് പറഞ്ഞ് ചില ആളുകൾ സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ സമരം ചെയ്ത് യുദ്ധം ചെയ്താണോ ദൈവത്തിൽ നിന്ന് വല്ലതും വാങ്ങേണ്ടത് എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ഭാഷയാണ്. ദൈവം തന്നെയാണ് പറഞ്ഞത്, യെരൂശലേമിനെ കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കില്ല, യെരൂശലേമിനെ കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കത്തില്ല, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ ഹൃദയം അവിടെ തുടിക്കുകയാ. യെരൂശലേമിന് വേണ്ടി ഞാൻ സംസാരിക്കും, അതിങ്ങനെ കിടന്നാൽ പറ്റില്ല, അതിനൊരു മാറ്റമുണ്ടാകണം, അതെൻ്റെ ഹിതമാ, അതിന് വ്യത്യാസം വരും, അതിനെ ഞാൻ എൻ്റെ കയ്യിൽ അനുഗ്രഹമാക്കും, അതിന് മഹത്വം വർദ്ധിക്കും, ഞാൻ യെരൂശലേമിനെ പുനഃസ്ഥാപിക്കും. സ്തോത്രം. ഇത് പറഞ്ഞ ദൈവം കാവൽക്കാരെ ആക്കി വെച്ചിട്ട് പറയുക, നിങ്ങൾ എനിക്ക് ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാതെ പ്രാർത്ഥിക്കണം, നിലവിളിക്കണം. അപ്പൊ ഇത് ദൈവത്തിൻ്റെ ഹിതമാണ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന വേണം. ഈ ഭൂമിയിൽ സ്വർഗത്തിലെ ദൈവം എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടിയായി ചെയ്യുന്നുവെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് എല്ലാം കഴിയും, എല്ലാം ചെയ്യാൻ കഴിയും. പക്ഷേ ദൈവം പ്രതീക്ഷിക്കുന്നത് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? പ്രാർത്ഥിക്കുന്നവരുടെ മറുപടിയായി ഞാൻ മഴ പെയ്യിക്കും, പ്രാർത്ഥിക്കുന്നവരുടെ മറുപടിയായി ഞാൻ വാതിലുകളെ തുറക്കും, പ്രാർത്ഥിക്കുന്നവർക്കുള്ള മറുപടിയായി ഞാൻ അത്ഭുതങ്ങളെ ചെയ്യും, പ്രാർത്ഥിക്കുന്നവരുടെ മറുപടിക്കായി ഞാൻ തലമുറകളെ അനുഗ്രഹിക്കും, പ്രാർത്ഥിക്കുന്നവർക്കുള്ള മറുപടിയായി ഞാൻ ആത്മാക്കളെ നൽകും, പ്രാർത്ഥിക്കുന്നവരുടെ മറുപടിയായി ഞാൻ എൻ്റെ സഭ പണിയാൻ തുടങ്ങും. സ്തോത്രം. ഇപ്പൊ തമ്പുരാന്റെ ഹിതം മനസ്സിലാക്കണം. യോഹന്നാൻ പറയുക, നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതമാണ്, അവന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ അപേക്ഷിക്കുന്നതെങ്കിൽ ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമ്മുടെ കോൺഫിഡൻസാ, നമ്മുടെ ധൈര്യമാ. അപ്പോ അടിസ്ഥാനപരമായി ദൈവഹിതം തിരിച്ചറിയണം. ഏലിയാവ് തിരിച്ചറിഞ്ഞതുപോലെ, ദാനിയേൽ തിരിച്ചറിഞ്ഞതുപോലെ. സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ആദ്യത്തെ വിഷയം, ഞാൻ പ്രാർത്ഥിക്കുന്നതിനകത്ത് ദൈവഹിതം എനിക്ക് കാണിച്ചു തരണമേ എന്ന പ്രാർത്ഥനയാണ്. അത് ദൈവം പല നിലയിൽ നമുക്ക് വെളിപ്പെടുത്തി നൽകും. സ്തോത്രം. ഇത് ഞാൻ അതിനെക്കുറിച്ച് പറയും. അതിലേക്ക് പോകാതെ നമ്മളിങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം താല്പര്യപ്രകാരം നമ്മുടെ ഇഷ്ടം നടക്കാനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ അത് കേൾക്കാൻ ദൈവം ബാധ്യസ്ഥനല്ല, അത് കേട്ട് മറുപടി തരാൻ ആമേൻ ദൈവം ഒരുക്കമല്ല. ദൈവം പറയുക, ആമേൻ അങ്ങനെ ദൈവം മറുപടി തരാതെ നിങ്ങൾ ഇങ്ങനെ ആകാശത്ത് മുഷ്ടി ചുരുട്ടുന്നത് പോലെ നിങ്ങൾ ഇങ്ങനെ വ്രതാ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന് ആമേൻ മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ, അതിനകത്തൊരു ദൈവപ്രവൃത്തി ആമേൻ ഇല്ലാതിരിക്കുമ്പോൾ ആമേൻ നിങ്ങൾക്ക് നഷ്ടമാകുന്ന ഒന്നുണ്ട്, പ്രാർത്ഥനയിൽ നിങ്ങളുടെ കോൺഫിഡൻസ് പോകും. സ്തോത്രം. പ്രാർത്ഥനയിൽ നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകും. കാര്യം എന്നാ? പ്രാർത്ഥിച്ചത് ദൈവഹിതമാണോ എന്ന് തിരിച്ചറിയാൻ വയ്യ, അതിന് മറുപടി ലഭിക്കുന്നില്ല. യാക്കോബ് എന്താ പറയുന്നത്? യാക്കോബ് 4:3 വേഗം വായിക്കാം. എന്നാൽ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ മുഖങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്ക കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. കേട്ടോ, ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ തങ്ങളുടെ ഇഷ്ടനിവൃത്തിക്കായി, ആഗ്രഹപൂർത്തീകരണത്തിനായി, ജഡാഭിലാഷത്തിനായി, വ്യക്തി താല്പര്യങ്ങൾക്കായി, സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി മാത്രമായി പ്രാർത്ഥന മാറുമ്പോൾ വചനം പറയുക, ഒന്നും ലഭിക്കുന്നില്ല. ജീസസ്. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിലേക്കൊന്ന് തിരിയണം. അവിടെ നമ്മുടെ പ്രാർത്ഥന ദൈവഹിതമാണോ അല്ലയോ എന്ന് നമുക്ക് വെളിപ്പെടും. സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്തിനകത്ത് ദൈവഹിത പ്രകാരം
എൻ്റെ ഇഷ്ടമാണ്, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുള്ള, ഡയറക്റ്റായി പറഞ്ഞിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ ഭാഗം എല്ലാം ഞാൻ പോകുന്നില്ല. കാരണം എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നമ്മുടെ ശുദ്ധീകരണം ദൈവഹിതമാണ്. നാം ശുദ്ധീകരിക്കപ്പെടാൻ നിരന്തരം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മെ വിശുദ്ധീകരിക്കും. സ്തോത്രം, സ്തോത്രം. ഇപ്പം ഞാൻ കോമണായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന വിഷയങ്ങളുടെ നടുവിൽ പലപ്പോഴും എന്തിനു വേണ്ടിയാണ് കൃത്യമായി പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയാതെ വരുന്ന ചില സന്ദർഭമുണ്ട്. സ്തോത്രം. കൊച്ചിൻ്റെ വിവാഹമാണ്. വിവാഹാലോചന പലയിടത്തുനിന്ന് വന്നു. അപ്പോഴൊക്കെ സംശയം ഉണ്ടാകും അല്ലേ? എന്നാൽ ദൈവത്തിന് ആ കാര്യത്തിലും ഒരു ഹിതമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് തിരിച്ചറിയാൻ വചനത്തിലൂടെ ഒരു സ്ഥിരീകരണം ദൈവത്തോട് ചോദിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ. നിങ്ങളുടെ മകളുടെ വിവാഹത്തിൻ്റെ കാര്യം വചനത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, നിങ്ങളോട് വചനത്തിലൂടെ ദൈവത്തിന് സംസാരിക്കാൻ കഴിയും. അത് ആത്മനിറവിൽ ജീവിക്കുന്നവർക്ക്, ആത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർക്ക് വചനത്തിലൂടെ ദൈവം ചില ദൂതുകൾ, ചില ആലോചനകൾ ഇടപെടുമ്പോൾ ദൈവം എന്നോട് ഇന്ന വിഷയത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ബോധ്യമുണ്ടാകും. സ്തോത്രം. ഇത്രവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ വചനത്തിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ദൈവഹിതം എന്താണെന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കും. ബാബിലോണിൽ അടിമകളായിരുന്നു ഇസ്രായേൽ മക്കൾ. യഹൂദന്മാർ അവിടെ അടിമകളായിരുന്നല്ലേ? ദാനിയേൽ പ്രവാചകൻ ബാബിലോണിൽ അടിമകളായിരിക്കുന്ന സമയം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്ത് വായിച്ചു. എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. പുസ്തകം എടുത്ത് വായിച്ചപ്പോൾ പ്രവാചകനായ ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു. യിരെമ്യാവ് പ്രവചിച്ചു വച്ചിരിക്കുന്നു, ബാബിലോണിലെ അടിമത്വം 70 കൊല്ലം കൊണ്ട് തീരും. സ്തോത്രം. അപ്പൊ ഈ 70 കൊല്ലം കൊണ്ട് തീരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ദാനിയേൽ കലണ്ടറിൽ നോക്കി. കലണ്ടറിൽ നോക്കിയപ്പോൾ ദാനിയേലിന് ഒരു കാര്യം മനസ്സിലായി. 68 കൊല്ലമായി ഇവിടെ വന്നിട്ട്. 2 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകും. സ്തോത്രം. ദാനിയേലിന് ബോധ്യമായി, ഞങ്ങളുടെ പ്രവാസം തീരാനുള്ള സമയമായി. 70 വർഷം കഴിഞ്ഞാൽ ഇവിടുന്ന് പുറപ്പെടുമെന്ന്, ബാബിലോണിലെ പ്രവാസ കാലയളവ് 70 കൊല്ലമായിരിക്കുമെന്ന് യിരെമ്യാവ് പണ്ടേ പ്രവചിച്ചു. വചനം ആത്മാവിൽ വിവേചിച്ചപ്പോ ദാനിയേലിന് മനസ്സിലായി പ്രവാസകാലം തീരാറായി. ദാനിയേൽ വെറുതെ ഇരുന്നില്ല. അവൻ ദൈവത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ഉപവാസം അവന്റെ ഇഷ്ടത്തിന് വേണ്ടിയുള്ള ഉപവാസമല്ല, അവന്റെ താല്പര്യം നടക്കാനുള്ള ഉപവാസമല്ല, അവന്റെ ഹിതം നിറവേറാനുള്ള ഉപവാസമല്ല, തമ്പുരാൻ പറഞ്ഞത് നടക്കാനുള്ള ഉപവാസമാണ്. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ദാനിയേലിന്റെ പ്രാർത്ഥന കേട്ടു. ബൈബിൾ വായിക്കുന്നത് എങ്ങനെയാണ്? ദാനിയേൽ ഉപവാസത്തിനായി തന്റെ മുഴങ്കാൽ മടക്കിയ ആ ദിവസം തന്നെ ദൈവം തന്റെ ദൂതനായ ഗബ്രിയേലിനെ ദാനിയേലിന്റെ അടുക്കലേക്ക് അയച്ചു. ചില തടസ്സങ്ങൾ അവിടെ ഉണ്ടായി, നമുക്കെല്ലാവർക്കും അറിയാം. പാർശ്യ രാജ്യത്തിന്റെ പ്രഭു ഗബ്രിയേലിനോട് യുദ്ധം ചെയ്യുന്നു. അങ്ങനെ ആ യുദ്ധം നടക്കുമ്പോ ദാനിയേൽ പ്രാർത്ഥന നിർത്തിയില്ല. ദാനിയേൽ പോരാടിക്കൊണ്ടിരുന്നു. അപ്പോ ദൈവത്തിന്റെ യുദ്ധ സൈന്യാധിപനായ യുദ്ധങ്ങളെ നയിക്കുന്ന മിഖായേലിനെ അവിടേക്ക് അയക്കുന്നു. മിഖായേൽ വന്ന് ആ വലിയ പോരാട്ടം നടത്തി ഗബ്രിയേൽ ദാനിയേലിന്റെ അടുക്കൽ പ്രാർത്ഥനയുടെ മറുപടി എത്തിക്കുവാനായി വരുന്നു. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പൻ്റെ ഹിതപ്രകാരമാണെങ്കിൽ കോൺഫിഡൻസാ, അവിടെ ഇരിക്കും. പ്രാർത്ഥന നിർത്തുവോ?
നിർത്തിയിട്ട് ഇറങ്ങിപ്പോകുമോ? ഇല്ല. അവനറിയാം ഇത് അപ്പന്റെ ഹിതം നടക്കാനുള്ള പ്രാർത്ഥനയാ. അതിന് വിരോധമായി ഏതെല്ലാം ശക്തികൾ വന്നാലും ദൈവം ഇതിന്റെ മറുപടി അയക്കും. ഇന്ന് പകൽക്കാലം ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലും അടക്കുന്നുവോ ആ വിഷയം ദൈവഹിതമാണെന്ന് ആദ്യം ഉറപ്പാക്കിയാൽ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ധൈര്യമുണ്ടല്ലോ, അത് ഭയങ്കര ധൈര്യമാ. ഈ പ്രാർത്ഥന തമ്പുരാന്റെ ഹിതമാണെങ്കിൽ എത്ര തടസ്സമുണ്ടായാലും എന്തെല്ലാം പ്രതികൂലമുണ്ടായാലും ഇതിനൊരു മറുപടി ഉണ്ടാകും നിശ്ചയം. ഹല്ലേലൂയ. ഇപ്പൊ വചനത്തിലൂടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്ഥിരീകരണം ഉണ്ടാക്കണം. സ്തോത്രം. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതപ്രകാരമാണെന്ന് വചനത്തിലൂടെ എന്ത് ചെയ്യും? ദൈവം നമ്മോട് സംസാരിക്കും. രാവിലെ ധ്യാനത്തോടെ കർത്താവേ ഇടപെടണം, ദൈവമേ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് വചനം ധ്യാനിച്ചു നോക്ക്. വചനം നിങ്ങളോട് സംസാരിക്കും. ഇന്നലെയും ഇന്നും എന്നേക്കും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന അവിടുത്തെ വചനത്തിലൂടെ അല്ലേ ദൈവം നമ്മോട് ഇടപെടും. അവിടുത്തെ വചനത്തിലൂടെ ദൈവം നിനക്ക് ഉറപ്പു തരും. സ്തോത്രം. എങ്ങനെയാ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവഹിതമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നത്? അതിന് ആത്മനടത്തിപ്പ് എന്നൊരു തലമുണ്ട്. പരിശുദ്ധാത്മാവ് എന്നെ നിയോഗിക്കും. കാരണം വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. റോമർ 8:14. സ്തോത്രം. എന്താ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അകത്തുള്ള ഒരാളെ ശരിയായ പ്രാർത്ഥനയിലേക്ക് ദൈവം നയിക്കും. തമ്പുരാന്റെ ഹിതം എന്താണെന്ന് ആത്മാവ് പറഞ്ഞു കൊടുക്കും. എങ്ങനെയായി ദൈവാത്മാവ് പറഞ്ഞു കൊടുക്കുമെന്ന് പറയാൻ കാരണം? വചനം പറയുന്നത് കൊരിന്ത്യർ ലേഖനത്തിലെ ഒരു വാക്യം, മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ വേറെ ആരും അറിയുന്നില്ല. അങ്ങനെയെങ്കിൽ പൗലോസ് പറയുക, ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ വേറെ ആരും അറിയുന്നില്ല. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് സകലത്തെയും സകല ആഴങ്ങളെയും ആരായുന്നവനാ. ഇന്ന് പകൽ ദൈവത്തിന്റെ അവൻ എല്ലാ ഇഷ്ടങ്ങളും എല്ലാ ഹിതങ്ങളും ദൈവത്തിന്റെ എല്ലാ പദ്ധതികളും അറിയാവുന്ന ആള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെങ്കിൽ, സ്തോത്രം, നമ്മളെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചാകട്ടെ, നമ്മുടെ സഭയെക്കുറിച്ചാകട്ടെ, ആമേൻ, ലോകത്തുള്ള എല്ലാ മനുഷ്യരെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ എല്ലാം അറിയാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ആത്മാവ് ശരിയായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യമകത്ത് തരും. അത് നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ മനസാക്ഷിയോട്, നമ്മുടെ അകത്തെ ആത്മാവിനോട് സംസാരിക്കുന്നതാകാം. വചനത്തിലൂടെ വചനം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, പ്രസംഗം കേൾക്കുമ്പോൾ, തിരുവെഴുത്ത് ആമൻ ആത്മാവ് ചില കാര്യങ്ങൾക്ക് ആമൻ പ്രകാശനം നൽകുന്നതിലൂടെ ആകാം. കോമണായി ഒരുപക്ഷെ ചിലരുടെ പ്രവാചക ശബ്ദമായിട്ടായിരിക്കാം. സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രവാചക ശബ്ദത്തിലൂടെയൊക്കെ കേൾക്കുന്നത് കുറച്ചുകൂടെ വിവേചിക്കണം. കാര്യം ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയെ ഒന്ന് ശോധന ചെയ്യണം എന്ന് വചനം പറയുന്നു. പക്ഷേ വചനത്തിലൂടെ നിങ്ങളോട് വചനത്തിലൂടെ നിങ്ങളോട് ദൈവം സംസാരിക്കുന്നതിനെ സംശയിക്കണ്ട. കാരണം ഈ വചനം മാറ്റമില്ലാത്തതാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അപ്പം ഇത് കൃത്യമായി തിരിച്ചറിയണം. യോഹന്നാൻ പറയുക, നിങ്ങൾ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുമ്പോൾ
ദൈവഹിതപ്രകാരം അപേക്ഷിച്ചാൽ അവൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നത് നിങ്ങൾക്ക് അവന്റെ മുമ്പിൽ ഉള്ള ധൈര്യമാണ്. വചനത്തിന് വിരുദ്ധമായി ആത്മാവ് നമ്മളെ എങ്ങും നയിക്കത്തില്ല. സ്തോത്രം. അപ്പോൾ ഇത് തിരിച്ചറിയണം. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം അത് ആത്മീയ വിഷയമാകട്ടെ, ഭൗതിക വിഷയമാകട്ടെ, എന്തുമായിക്കോട്ടെ, ആദ്യം അത് ദൈവസന്നിധി കൊണ്ടുവെക്കണം. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? കർത്താവേ, ഇന്നതൊക്കെയാണ് വിഷയങ്ങൾ, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്ത് തീരുമാനമായി എടുക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് അപേക്ഷിക്കേണ്ടത്? ഒരു കാര്യം പറയാം, ദൈവഹിതമാണെങ്കിലും ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞാലും പ്രാർത്ഥിക്കണമെന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നത് തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന അതൊരു ധൈര്യമുള്ള പ്രാർത്ഥനയാണ്. സ്തോത്രം. നിങ്ങൾക്ക് അറിയാം അതിന് മറുപടി കിട്ടും, അത് ദൈവം പ്രവർത്തിച്ചിരിക്കും. കാരണം ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ ഹിതമല്ല. അപ്പം രണ്ട് തലത്തിലൂടെ ദൈവഹിതം തിരിച്ചറിയാമെന്ന് പറഞ്ഞു. ഒന്ന് വചനത്തിലൂടെ, രണ്ട് പരിശുദ്ധാത്മാവിലൂടെ. മൂന്നാമത്തെ കാര്യം, നമ്മുടെ തന്നെ ആത്മിക വിവേകം, നമ്മുടെ മനസ്സ് ഒന്ന് പുതുക്കപ്പെട്ടാൽ വളരെ വേഗം ദൈവഹിതവും ദൈവ ഇഷ്ടവും നമുക്ക് മനസ്സിലാകും. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം എല്ലാവർക്കും അറിയാം, വായിക്കാം. റോമർ 12:2. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊള്ളുവീൻ. സ്തോത്രം. എന്തുകൊണ്ടാ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലം അടക്കുമ്പോൾ ദൈവഹിതത്തിന് പ്രാർത്ഥിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിന് രൂപാന്തരം വന്നിട്ടില്ല. നമ്മുടെ മനസ്സിന് വ്യത്യാസം വന്നില്ല. മനസ്സിന് വ്യത്യാസം വരാത്ത കാലത്തോളം നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനപ്പുറമായി രൂപാന്തരപ്പെടാത്ത മനസ്സ്, ഒരു നന്മയുമില്ലാത്ത, ഒരു ദൈവപ്രസാദവുമില്ലാത്ത, അല്ലേ, പൂർണ്ണതയില്ലാത്ത, ലോകഹിതത്തിനും ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കും മനുഷ്യന്റെ താല്പര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും അതിനുവേണ്ടി ഓടുവാനും അധ്വാനിക്കുവാനും അതിനുവേണ്ടി കഷ്ടപ്പെടുവാനും നമ്മൾ തയ്യാറാകും. ഇതൊരു അപകടകരമായ പ്രശ്നമാണ്. സ്തോത്രം. പക്ഷേ മനസ്സ് പുതുക്കി ഒന്ന് രൂപാന്തരപ്പെട്ടാൽ ദൈവഹിതം തിരിച്ചറിയും. അപ്പോൾ ദൈവസന്നിധി പോയി ആദ്യം പ്രാർത്ഥിക്കേണ്ട എന്തിനു വേണ്ടിയാ? കർത്താവേ, എൻ്റെ മനസ്സിനെ ഒന്ന് രൂപാന്തരപ്പെടുത്തണേ അപ്പാ. എൻ്റെ മനസ്സിനൊരു വ്യത്യാസം വരുത്തണമേ, എൻ്റെ ചിന്തകൾക്കൊരു വ്യത്യാസം വരുത്തണമേ. ഈ ലോകത്തിന് അനുരൂപമായി തീരാതെ അങ്ങയുടെ ഹിതം തിരിച്ചറിയുവാൻ, അവിടുത്തെ ഇഷ്ടം തിരിച്ചറിയാൻ എൻ്റെ മനസ്സിനെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ തമ്പുരാന്റെ ഇഷ്ടം നമുക്ക് മനസ്സിലാകും. ഞാൻ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് മനസ്സിലാകും. കൊച്ചുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രൂപാന്തരപ്പെട്ട മനസ്സുള്ളവർക്ക് മനസ്സിലാകും അവൻ എന്തിനു വേണ്ടിയാ ഞാൻ ആ സഹോദരന് വേണ്ടി, ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ശേഖാരമന ഹസ്തര ജഗനഗടകരക ശംദര. എങ്ങനെയാ ദൈവഹിതം തിരിച്ചറിയുന്നത്? ചില സമയത്ത് ചില സാഹചര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ആ വിഷയം പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന് തോന്നും. പക്ഷെ അത് ആ സാഹചര്യം ദൈവമുമ്പാ കൊണ്ടുവെക്കണം, ഞാൻ ഈ പറഞ്ഞതുപോലെ. എങ്കിലും
ചില സാഹചര്യങ്ങൾ ആ ഹിതത്തിലേക്ക് നയിക്കും. അങ്ങനെ ബൈബിളിൽ പറയുന്നുണ്ട്. അതായത് യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു. നമുക്കറിയാം, അത് നെഹമ്യാവ് അറിയുന്നു. അറിഞ്ഞപ്പോൾ നെഹമ്യാവിന് മനസ്സിലായി, നിശ്ചയമായും യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കാൻ പാടുള്ളതല്ല, അത് പണിയപ്പെട്ട് കിടക്കേണ്ടതാണ്, ഉറപ്പോടെ നിൽക്കേണ്ടതാ. ദൈവത്തിൻ്റെ സ്വന്തം നഗരമാണ്, ദൈവത്തിൻ്റെ ആലയമിരിക്കുന്ന സ്ഥലമാണ്, അത് ഇടിഞ്ഞു കിടക്കാൻ പാടില്ല. ചില സാഹചര്യങ്ങൾ കാണുമ്പോൾ ആത്മാവ് അതിലൂടെ നിങ്ങളോട് ഇടപെടും. ദേ, ആ സഹോദരി അങ്ങനെ തകർന്നു കിടക്കേണ്ടവളല്ല, ആ കുടുംബം അങ്ങനെ ഉടഞ്ഞു കിടക്കേണ്ടതല്ല, ആ വ്യക്തികൾ ഇങ്ങനെ തകർക്കപ്പെട്ട് കിടക്കേണ്ടതല്ല, അവർ പണിയപ്പെടേണ്ടവരാണ്. അവർക്കെന്ന് മനസ്സിലാകുന്നുണ്ട്. ചില ജീവിത സാഹചര്യങ്ങൾ, ചില കഷ്ടതയുടെ അനുഭവങ്ങൾ, ചില പോരാട്ടത്തിൻ്റെ അനുഭവങ്ങൾ, ചില പ്രശ്നത്തിൻ്റെ അനുഭവങ്ങൾ, ചില തകർച്ചകൾ, ചില ഇടിവുകൾ, ചില പ്രതിസന്ധികളുടെ കാഴ്ചകൾ അവന് പരിശുദ്ധാത്മാവ് നിന്നെ കാണിക്കുന്നത് ആ കാഴ്ച കണ്ട് നീ ദൈവസന്നിധിയിൽ നിലവിളിക്കാനാണ്, ദൈവസന്നിധിയിൽ കരയാൻ വേണ്ടിയാണ്. ചില കാഴ്ചകൾക്ക് നേരെ നീ കണ്ണടയ്ക്കരുത്. ചില കാഴ്ചകൾ കണ്ടിട്ട് നീ മറന്നു കളയരുത്. ചിലരുടെ തകർച്ചകൾ, ചിലരുടെ കഷ്ടതകൾ, ചില പ്രതിസന്ധികൾ, ചിലരുടെ അധപ്പതനങ്ങൾ ഇടിഞ്ഞുമുടഞ്ഞും കിടക്കുന്നത് പോലെ ചില കാഴ്ചകൾ ആത്മാവ് കാണിക്കും. ആത്മാവിൽ ഈ ദൂത് ഏറ്റെടുക്കുന്നവർക്കായിട്ട് സ്തോത്രം. അസ്ഥിയുടെ താഴ്വരയിൽ കൊണ്ടുപോയി പ്രവാചകനെ നിർത്തി. എന്നിട്ട് പ്രവാചകനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. പ്രവാചക, നീ ഈ അസ്ഥിത്താഴ്വരയിൽ ചുറ്റി നടക്കുക. അവനെ അവിടെ ചുറ്റി നടക്കുമാറാക്കി. പ്രൈസ് ദി ലോർഡ്. അവൻ ചുറ്റി നടന്നപ്പോഴാണ് ഈ ഭയാനകമായ ദുഃഖകരമായ തകർച്ചയുടെ കാഴ്ച കണ്ടത്. അല്ലേ? താഴ്വരയുടെ പരപ്പിൽ ഏറ്റവും ചിതറിക്കിടക്കുന്ന, ബന്ധം വിട്ടുകിടക്കുന്ന, പ്രത്യാശ നഷ്ടപ്പെട്ട് കിടക്കുന്ന അസ്ഥികൾ. കാഴ്ചപ്പാടുകൾ, സാഹചര്യങ്ങൾ, ചിലരുടെ ജീവിത സാഹചര്യങ്ങൾ, ജീവിതാനുഭവങ്ങൾ, ചിലരുടെ തകർച്ചയുടെ കാര്യങ്ങൾ, ചില കഷ്ടതയുടെ അനുഭവങ്ങൾ കൊണ്ടുവരുമ്പോൾ ദൈവത്തോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദൈവമേ, ഈ കാഴ്ച നീ എന്നെ കാണിച്ചു, ഞാൻ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നീ എന്തിനാ എന്നെ കാണിച്ചത്? കർത്താവ് നിന്നോട് സംസാരിക്കും. ഇവരിങ്ങനെ കിടക്കേണ്ടവരല്ല, ഇങ്ങനെ തകരേണ്ടതല്ല, ഈ സഭ ഇങ്ങനെ കിടക്കേണ്ടതല്ല, ഈ വ്യക്തികൾ ഇങ്ങനെ കിടക്കേണ്ടവരല്ല, ഇവരൊന്ന് പണിയപ്പെടേണ്ടവരാണ്, ഇവരൊന്ന് ഉദ്ധരിക്കപ്പെടേണ്ടവരാണ്. ഇവരെ ആരുദ്ധരിക്കും? കർത്താവ് പറയാം, ഞാനവരെ ഉദ്ധരിക്കും. പക്ഷേ എൻ്റെ ഈ ഹിതം മനസ്സിലാക്കി അവർക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാൻ, അവർക്ക് വേണ്ടി കരയുവാൻ, അവർക്ക് വേണ്ടി സ്വസ്ഥതയില്ലാതെ നിരന്തരം ദൈവസന്നിധിയിൽ അഭയയാചന കഴിക്കുവാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ചില സാഹചര്യങ്ങൾ ആത്മാവ് നമ്മളെ വെളിപ്പെടുത്തും. അപ്പോൾ ദൈവഹിതം മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു. ഒന്ന്, ദൈവഹിതം മനസ്സിലാക്കുന്നത് എങ്ങനെ? വചനത്തിലൂടെ. 2, പരിശുദ്ധാത്മാവിലൂടെ. 3, നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആത്മീക വിവേകത്തിലൂടെ. 4-മത്തെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്, സാഹചര്യം. ചില സാഹചര്യങ്ങൾ, തകർച്ചയുടെ സാഹചര്യങ്ങളൊക്കെ ആത്മാവ് കാണിക്കും. ചിലരുടെ ജീവിത സാഹചര്യങ്ങൾ, അത് ദൈവമുമ്പാകെ നിലവിളിക്കാനുള്ള, കരയാനുള്ള കാര്യമാണ്, നമ്മളെ ഒരുക്കുകയാണ്. ഇങ്ങനെയൊക്കെ കേട്ടാൽ, ദൈവഹിതം തിരിച്ചറിഞ്ഞാൽ ഓർത്തോണം, നിനക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണം. ഈ വിഷയത്തിന്
ഞാൻ പ്രാർത്ഥിച്ചാൽ അതിനൊരു ഉത്തരം ദൈവം തരും. അത് ധൈര്യമാണ്. അങ്ങനെയെങ്കിൽ ആ ധൈര്യമുണ്ടെങ്കിൽ നീ ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിൽ പോരാടണം. ഏലിയാവ് ചെയ്തതുപോലെ മഴ പെയ്യിക്കുമെന്നത് ദൈവഹിതമാണെന്ന് അവന് ബോധ്യം വന്നപ്പോൾ 1 വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടമല്ല, 7 പ്രാവശ്യം അവന്റെ തല അവന്റെ കാലിനിടയിൽ വെച്ച് അവൻ ആത്മാവിൽ ഞെരങ്ങി പ്രാർത്ഥിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ തമ്പുരാന്റെ ഹിതം മനസ്സിലാക്കിയവർ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ജീസസ്. ബാബിലോണിലെ പ്രവാസ ജീവിതം 70 കൊല്ലം കൊണ്ട് അവസാനിക്കുമെന്ന വെളിപ്പാട് വചനത്തിലൂടെ തിരിച്ചറിഞ്ഞ ദാനിയേൽ പ്രാർത്ഥനയ്ക്കായി മുഴങ്കാലും മടക്കിയതുപോലെ പ്രാർത്ഥനയ്ക്കായി മുഴങ്കാലും മടക്കിയാട്ടെ. ശീഖാലമനഹദുരജഗനഘടക. മഴ പെയ്യ്ക്കുന്നത് വരെ പ്രാർത്ഥിച്ചതുപോലെ, ദൈവത്തിൻ്റെ മറുപടി വരുന്നത് വരെ ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ യെരുശലേമിനെ പ്രശംസാ വിഷയമാക്കുവോളം ദൈവ സന്നിധിയിൽ കരയുവാൻ എസ്തേറിനെ പോലെ ഉപവാസത്തോടെ പ്രാർത്ഥിക്കണം. ചിലപ്പോൾ സാധാരണ പ്രാർത്ഥന പോരായിരിക്കും, ഉപവാസത്തോടെ പ്രാർത്ഥിക്കേണ്ടി വരും. സ്തോത്രം. സ്ഥിരതയോടെ പ്രാർത്ഥിക്കേണ്ടി വരും. മടുത്തു പോകാതെ ദൈവഹിതം നടക്കാൻ പ്രാർത്ഥിക്കണം. സ്തോത്രം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേണ്ടി വരും. പ്രാർത്ഥനയുടെ അടിസ്ഥാനമേ വിശ്വാസമാണ്. എന്താ അവിടുന്ന് മറുപടി കിട്ടിയില്ലേലും കർത്താവ് പറഞ്ഞില്ലേ, സ്നേഹിതന്റെ അടുക്കൽ ചെന്ന് അപ്പം വായ്പ ചോദിച്ച മനുഷ്യന്റെ കാര്യം? എഴുന്നേറ്റ് വരാൻ നിവൃത്തിയില്ല, കുഞ്ഞുങ്ങൾ കൂടെ കിടക്കുന്നു, വാതിൽ അടച്ചിരിക്കുന്നു, പക്ഷേ ആള് പോകുകയല്ല. അത് മേടിച്ചോണ്ടേ പോകൂ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ, സ്തോത്രം, എന്താ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുക, പക്ഷെ പുറജാതിക്കാരിയാ. യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എൻ്റെ മകളോട് കരുണ തോന്നണം. കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക്. പക്ഷെ പോയില്ല, അവിടെയും നിന്ന് വാദിച്ചു. നായ്ക്കുട്ടികളും യജമാനൻ്റെ മേശയിൽ നിന്ന്. അതായത് ദൈവഹിതം അറിഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് ചില പരീക്ഷണങ്ങളുണ്ട്. ദൈവഹിതമാണെന്നും പറഞ്ഞ് ഈസിയായിട്ടങ്ങ് കിട്ടുകയല്ല. ദൈവഹിതത്തിന് വേണ്ടി, കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോരാട്ടമുള്ളത്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ പറയുന്നു, തമ്പുരാന്റെ ഹിതം നടക്കുന്നതിന് വിരോധമായി ശത്രു പ്രവർത്തിക്കും, ലോകം പ്രവർത്തിക്കും, ജഡം പ്രവർത്തിക്കും. നിന്റെ ജീവിതത്തിൽ അപ്പൻ്റെ ഹിതം നടക്കാൻ നീ വില കൊടുത്തേ പറ്റൂ. സ്തോത്രം. മനുഷ്യൻ്റെ ഇഷ്ടം നടക്കാനൊക്കെ ചിലപ്പോൾ നടന്നെന്ന് വരും, പക്ഷെ ദൈവഹിതം നടക്കണോ അതിന് നീ വില കൊടുക്കണം. പോരാട്ടമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഏകം മനസ്സോടെ പോരാടണം. ഞാൻ എൻ്റെ വാക്കുകളെ ഇന്നിവിടെ അവസാനിപ്പിക്കുക. യോഹന്നാൻ പറഞ്ഞവസാനിപ്പിക്കുന്നു. നമ്മുടെ കുറിവാക്യത്തിലേക്ക് വീണ്ടും വരാം. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. ഇന്ന് പകൽക്കാലം ഹിതമറിഞ്ഞു പ്രാർത്ഥിക്കുന്നവർ, അവൻ്റെ ഇഷ്ടമറിഞ്ഞു പ്രാർത്ഥിക്കുന്നവർക്ക് ഉള്ള ധൈര്യം എന്താണെന്നറിയാമോ? അവനത് കേൾക്കുന്നു എന്ന ധൈര്യം. അവിടെ കൊണ്ട് മാത്രം തീർന്നില്ല, കേൾക്കുന്നു എന്ന് മാത്രമല്ല, അടുത്തത് നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും നാം അറിയുന്നു. ഇത് വിശ്വാസമാണ്. യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിച്ചതൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു എന്നും വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് അതുണ്ടാകും. ഇത് വെറും ആത്മവിശ്വാസമല്ല, സങ്കല്പമല്ല. തമ്പുരാൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് നീ നിലവിളിച്ചതെങ്കിൽ നീ മനസ്സിൽ ഉറപ്പിച്ചു, അത് കിട്ടിക്കഴിഞ്ഞു. എത്ര പേരിന്ന് വിശ്വസിക്കുന്നുണ്ട്?
ദൈവ ഇഷ്ടത്തിന് വേണ്ടിയാണോ നീ പ്രാർത്ഥിച്ചത്? അത് നിനക്ക് ലഭിച്ചു കഴിഞ്ഞു. സ്തോത്രം. ഒരുപക്ഷെ നിന്റെ കണ്ണിന് മുമ്പിൽ ഇപ്പോൾ അത് കാണുന്നില്ലായിരിക്കാം. തീർച്ചയായും നിന്റെ കണ്ണിന് മുമ്പിൽ അത് വെളിപ്പെടുന്നൊരു ദിവസം വരുന്നു. എല്ലാ കണ്ണുകളും ദൈവം മുമ്പാകെ അടച്ചാട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ ദൈവം മുമ്പാകെ ഏകാഗ്രമാക്കിയാട്ടെ. ഇന്ന് പകൽക്കാലം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ ഈ ദൂത് വിളിച്ചു പറയുന്നു. പ്രാർത്ഥനയിലുള്ള ധൈര്യം ഏറ്റെടുക്കുക, ആത്മവിശ്വാസം ഏറ്റെടുക്കുക. സ്തോത്രം. പ്രാർത്ഥിക്കുന്നത് അപ്പൻ്റെ ഹിതമാണെന്ന് ഉറപ്പാക്കുക. ഏത് വിഷയമാകട്ടെ, ഞാൻ ദൈവഹിതത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾ ധൈര്യമുള്ളവരായി മാറുകയാ, ആത്മവിശ്വാസമുള്ളവരായി മാറുകയാ, നിങ്ങൾക്കത് ലഭിച്ചു എന്ന് ഉറപ്പുള്ളവരായി മാറുകയാ. നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ പ്രാർത്ഥിച്ച വിഷയം അത് നിങ്ങൾ കാണാൻ പോകുകയാ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനും നിത്യനുമായ സ്വർഗസ്ഥനായ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം അങ്ങയുടെ വിലയേറിയ തിരുവെഴുത്ത് ഞങ്ങളോട് ഇടപെട്ടല്ലോ കർത്താവേ. അങ്ങയുടെ ഇഷ്ടപ്രകാരം, അങ്ങയുടെ ഹിതപ്രകാരം ഞങ്ങൾ എന്തെങ്കിലും അപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ ധൈര്യമാണെന്ന് അങ്ങ് ഞങ്ങളോട് ഇടപെട്ടല്ലോ കർത്താവേ. അങ്ങനെ അങ്ങ് കേൾക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ആ ധൈര്യം ഞങ്ങൾക്കുണ്ടെങ്കിൽ കർത്താവേ, അത് ഞങ്ങൾക്ക് ലഭിച്ചു എന്നും ഞങ്ങൾ അറിയണമെന്ന് ആത്മാവ് ഇന്ന് പകൽക്കാലം ഞങ്ങളോട് സംസാരിച്ചല്ലോ കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ അടിമുടി ഒന്ന് മാറ്റണമേ. അങ്ങയുടെ ഹിതം അറിയാൻ ഏത് വിഷയം പ്രാർത്ഥിച്ചാലും അതിനോടുള്ള ബന്ധത്തിൽ അങ്ങയുടെ ഇഷ്ടം ആദ്യം ചോദിച്ചറിഞ്ഞ് ആ ഹിതം മനസ്സിലാക്കി അങ്ങയുടെ വചനത്തിലൂടെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിലൂടെ കർത്താവേ, അവൻ രൂപാന്തരപ്പെട്ട ഞങ്ങളുടെ അവൻ മനസ്സിലൂടെ, ഹല്ലേലൂയ, ജീവിതത്തിലെ കഠിനമായ സാഹചര്യങ്ങളിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന അങ്ങയുടെ ഹിതം മനസ്സിലാക്കി അവൻ പ്രാർത്ഥനയിൽ പോരാടുവാൻ, പ്രാർത്ഥനയിൽ കർത്താവേ ഞങ്ങൾ അവൻ ആത്മാവിൽ യുദ്ധം ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പ്രാർത്ഥിച്ച വിഷയങ്ങൾ അതിന് നന്മയായി, മറുപടിയായി, വിടുതലായി, അത്ഭുതമായി ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ കാണുവാൻ ദൈവം സഹായിക്കണമേ. ഇന്ന് ഈ ദൂത് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ആശീർവദിക്കണം. യേശു മൂലം പ്രാർത്ഥനകൾക്കും